നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ്സിലെ ഡേ 7 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 7 ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് എന്ന് അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 250 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 6 ദിവസമായിട്ട് നമ്മൾ ഒത്തിരി ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം കവികളും അവരുടെ കവിതകളുമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മലയാളം കവികളും അവരുടെ കവിതകളും. ഇതിൽ ഒട്ടുമിക്ക കവിതകളും നിങ്ങൾ പ്രീവിയസ് ആയി കണ്ടിട്ടുള്ളവയായിരിക്കും. ഇവ തന്നെയാണ് PSC വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പിന്നെ കുറച്ച് കവിതകൾ ചോദിക്കാൻ സാധ്യതാ ലിസ്റ്റിൽ കിടപ്പുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസ്. അപ്പോൾ മലയാളം കവികളും അവരുടെ പ്രധാനപ്പെട്ട കവിതകളും. വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ കവിതകളാണ് ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്കു മരണമില്ല, കൊന്തയും പൂണൂലും. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് കൊന്തയും പൂണൂലുമാണ്. വയലാർ രാമവർമ്മയുടെ കവിതകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്കു മരണമില്ല, കൊന്തയും പൂണൂലും. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് സൗന്ദര്യ പൂജ, കദളീവനം, മാണിക്യവീണ. ഇതിനകത്ത് കദളീവനവും മാണിക്യവീണയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് സൗന്ദര്യ പൂജ, കദളീവനം, മാണിക്യവീണ. പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കളിയച്ചനും താമരത്തോണിയും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കളിയച്ചനും താമരത്തോണിയും. NV കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ കവിതകളാണ് ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം, എലികൾ എന്നിവ. ഇതിൽ ഗാന്ധിയും ഗോഡ്സെയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർത്തു വെക്കുക. NV കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ കവിതകളാണ് ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം, എലികൾ. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രശസ്തമായ കവിതകളാണ് മണിനാഥം, തുഷാരഹാരം, നവസൗരഭം. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? മണിനാഥം, തുഷാരഹാരം, നവസൗരഭം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്കു മരണമില്ല, കൊന്തയും പൂണൂലും. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് സൗന്ദര്യ പൂജ, കദളീവനം, മാണിക്യവീണ. പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കളിയച്ചൻ, താമരത്തോണി. NV കൃഷ്ണവാര്യയുടെ പ്രശസ്തമായ കവിതകളാണ് ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം, എലികൾ. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രശസ്തമായ കവിതകളാണ് മണിനാഥം, തുഷാരഹാരം, നവസൗരഭം. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരാക്രമം. ഇതിനകത്ത് ആരണ്യകവും അതുപോലെ അപരാജിതയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരാക്രമം. കെ അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിതകളാണ് ഗോത്രയാനം, കുരുക്ഷേത്രം. ഇതിൽ കുരുക്ഷേത്രം PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കെ അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണ്? ഗോത്രയാനവും കുരുക്ഷേത്രവും. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, അളകാവലി. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് ഓർത്ത് പഠിക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായിട്ടുള്ള കവിതകൾ ഏതൊക്കെയാ? പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, അളകാവലി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിക്ഷക്ഷേത്രം, ബലിദർശനം. ഇതിനകത്ത് നിമിക്ഷക്ഷേത്രവും ബലിദർശനവും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിക്ഷക്ഷേത്രം, അതുപോലെ ബലിദർശനം. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതകളാണ് രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം,
പാടുന്ന പിശാജ് യവനിക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കവിതകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാജ്, യവനിക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരാക്രമം. കെ അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിതകളാണ് ഗോത്രയാനം, കുരുക്ഷേത്രം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് പൂതപ്പാട്ട്, ഒരു പിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, അളകാവലി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതകളാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിഷക്ഷേത്രം, ബലിദർശനം. ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതകളാണ് രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാജ്, യവനിക. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലിയുടെ വിവർത്തനം മലയാളത്തിലേക്ക്, വിശ്വദർശനം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഓടക്കുഴലും അതുപോലെ തന്നെ വിശ്വദർശനവുമാണ്. ഓർത്തോളനെ, ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലിനെ എങ്ങോട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു, അതുപോലെ തന്നെ വിശ്വദർശനം. പി ഭാസ്കരന്റെ പ്രശസ്തമായ കവിതകളാണ് ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, പാടുന്ന മൺതരികൾ. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് വയലാർ ഗർജിക്കുന്നു ആണ് കേട്ടോ. അപ്പോ പി ഭാസ്കരന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, പാടുന്ന മൺതരികൾ. എൻ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ കവിതകളാണ് മുത്തശ്ശി, നിവേദ്യം, കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ, കൂപ്പുകൈ. ഇതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് മുത്തശ്ശിയും നിവേദ്യവുമാണ്. ഓർക്കുക. അപ്പോ എൻ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് മുത്തശ്ശി, നിവേദ്യം, കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ, കൂപ്പുകൈ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മകരക്കൊയ്ത്ത്, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ശ്രീരേഖ, കണ്ണീർപ്പാടം, സഖ്യന്റെ മകൻ, വിട, കയ്പവല്ലരി, വിത്തും കൈകൊട്ടും, കടൽ കാക്കകൾ, തച്ചന്റെ മകൻ. ഇതിനകത്ത് മകരക്കൊയ്ത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് മാമ്പഴം, അതുപോലെ സഖ്യന്റെ മകൻ, കയ്പവല്ലരി, വിത്തും കൈകൊട്ടും. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ മാമ്പഴം എന്ന് പറയുന്നത് കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതാ സമാഹാരത്തിലുള്ള ഒരു കവിതയാണ്. പക്ഷെ PSC എടുത്ത് മാമ്പഴം ആരാണ് എഴുതിയിരിക്കുന്നത് ചോദിക്കും. ആരാ? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അപ്പൊ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലി, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിശ്വദർശനം. പി ഭാസ്കരന്റെ പ്രശസ്തമായ കവിതകൾ ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, പാടുന്ന മൺതരികൾ. എൻ ബാലാമണി അമ്മയുടെ പ്രശസ്തമായ കവിതകളാണ് മുത്തശ്ശി, നിവേദ്യം, കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ, കൂപ്പുകൈ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മകരക്കൊയ്ത്ത്, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ശ്രീരേഖ, കണ്ണീർപ്പാടം, സഖ്യന്റെ മകൻ, വിട, കയ്പവല്ലരി, വിത്തും കൈകൊട്ടും, കടൽക്കാക്കകൾ, തച്ചന്റെ മകൻ എന്നിവ ഓർക്കുക. അയ്യപ്പന്റെ പ്രശസ്തമായ കവിതകളാണ് വെയിൽ തിന്നുന്ന പക്ഷി, ജയിൽ മുറ്റത്തെ പൂക്കൾ, കറുപ്പ്, ബലിക്കുറുപ്പുകൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും. ഇതിനകത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചത് വെയിൽ തിന്നുന്ന പക്ഷിയാണ് കേട്ടോ. അപ്പൊ അയ്യപ്പന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? വെയിൽ തിന്നുന്ന പക്ഷി, ജയിൽ മുറ്റത്തെ പൂക്കൾ, കറുപ്പ്, ബലിക്കുറുപ്പുകൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും. ONV കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപീലി, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം PSC പ്രീവിയസ് ആയിട്ട് ഒരു 10 വർഷ കാലയളവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ONV കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപീലി, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ഇത്രയും കൂടെ സുഹൃത്തുക്കള് ഓർക്കുക. പാല നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കേരളം വളരുന്നു, ആലിപ്പഴം, മലനാട്, പാലാഴി. ഇതിനകത്ത് മലനാടും ആലിപ്പഴവും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പാല നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കേരളം വളരുന്നു, ആലിപ്പഴം, മലനാട്, പാലാഴി. കെ സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കവിതകളാണ് ദേശാടനം, മറന്നുവെച്ച വസ്തുക്കൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇവനെ കൂടി, 5 സൂര്യൻ. ഇതിനകത്ത് PSC ചോദിച്ചത്
മറന്നുവെച്ച വസ്തുക്കൾ, അതുപോലെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അപ്പോ കെ സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ദേശാടനം, മറന്നുവെച്ച വസ്തുക്കൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇവനെ കൂടി, 5 സൂര്യൻ. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിതകളായിരുന്നു ശ്യാമമാധവം. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിത ഏതാ സുഹൃത്തുക്കളെ? ശ്യാമമാധവം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കണം. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിതയാണ് ശ്യാമമാധവം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അയ്യപ്പന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ? വെയിൽ തിന്നുന്ന പക്ഷി, ജയിൽ മുറ്റത്തെ പൂക്കൾ, കറുപ്പ്, ബലിക്കുറിപ്പുകൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും. ONV കുറുപ്പിന്റെ പ്രശസ്തമായ കവിതകളാണ് ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, മയിൽപീലി, പോക്കുവയിൽ മണ്ണിൽ എഴുതിയത്. പാല നാരായണൻ നായരുടെ പ്രശസ്തമായ കവിതകളാണ് കേരളം വളരുന്നു, ആലിപ്പഴം, മലനാട്, പാലാഴി. കെ സച്ചിദാനന്ദന്റെ പ്രശസ്തമായ കവിതകളാണ് ദേശാടനം, മറന്നുവെച്ച പുസ്തകം, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഇവനെ കൂടി, 5 സൂര്യൻ. പ്രഭാവർമ്മയുടെ പ്രശസ്തമായ കവിതയാണ് ശ്യാമമാധവം. പുതുശ്ശേരി രാമചന്ദ്രൻ. പുതുശ്ശേരി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തി പൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യ സമര കവിതകള്. ഇതിനകത്ത് ഗ്രാമീണ ഗായകൻ PSC പ്രീവിയസ് ആയിട്ട് ഒരു തവണ ചോദിച്ചു കണ്ടിരുന്നു. അപ്പൊ പുതുശ്ശേരി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തി പൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യ സമര കവിതകൾ. ബി സന്ധ്യയുടെ പ്രശസ്തമായ കവിതകളാണ് താരാട്ട്, ബാലവടി. ഇതിനകത്ത് ബാലവടി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. ബി സന്ധ്യയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണ്? താരാട്ടും ബാലവടിയും. സുഗതകുമാരിയുടെ പ്രശസ്തമായ കവിതകളാണ് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പെൺകുഞ്ഞ്, 90, പ്രണാമം, പാവം മാനവഹൃദയം, രാധയെവിടെ, കുറിഞ്ഞിപ്പൂക്കൾ. ഇതിനകത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചത് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി. ഇത് മൂന്നും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചുകൊള്ളണം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. അപ്പോൾ സുഗതകുമാരിയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പെൺകുഞ്ഞ്, 90, പ്രണാമം, പാവം മാനവഹൃദയം, രാധയെവിടെ, കുറിഞ്ഞിപ്പൂക്കൾ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പുതുശ്ശേരി രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് ഗ്രാമീണ ഗായകൻ, ആവുന്നത്ര ഉച്ചത്തിൽ, ശക്തി പൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യ സമര കവിതകൾ. ബി സന്ധ്യയുടെ പ്രശസ്തമായ കവിതകളാണ് താരാട്ട്, ബാലവടി. സുഗതകുമാരിയുടെ പ്രശസ്തമായ കവിതകളാണ് മണലെഴുത്ത്, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പെൺകുഞ്ഞിന് 90, പ്രണാമം, പാവം മാനവഹൃദയം, രാധയെവിടെ, കുറിഞ്ഞി പൂക്കൾ എന്നിവ ഓർക്കുക. ഡി വിനയചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായിക്കരയിലെ കടല്. രണ്ടും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഓർത്തു വെച്ചേക്കുക. ഡി വിനയചന്ദ്രന്റെ പ്രശസ്തമായ കവിതകളാണ് നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായിക്കരയിലെ കടൽ. എൻ കക്കാടിന്റെ പ്രശസ്തമായ കവിതകളാണ് സഫലമീ യാത്ര, പാതാളത്തിന്റെ മുഴക്കം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്. ഇതിനകത്ത് സഫലമീ യാത്ര ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എൻ കക്കാടിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാണ്? സഫലമീ യാത്ര, പാതാളത്തിന്റെ മുഴക്കം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ കവിതകളാണ് പഴയ മൊഴി, പത്തായം, കുറ്റിപ്പെൻസിൽ, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ടുറക്കം വരെ. ഈ പറഞ്ഞിരിക്കുന്നതില് കുറ്റിപ്പെൻസില്, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ടുറക്കം വരെ PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? പഴമൊഴി, പത്തായം, കുറ്റിപ്പെൻസില്, അക്ഷരത്തെറ്റ്, ഊണ് തൊട്ട് ഉറക്കം വരെ. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് രാജപാത, നെല്ല്, ആഗ്നേയാസ്ത്രം. ഇതിനകത്ത് നെല്ല് ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? രാജപാത, നെല്ല്, ആഗ്നേയാസ്ത്രം. വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മഗ്ദലന മറിയം, ചിത്രയോഗം, തല, കൃഷ്ണപരുന്തിനോട്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്, ഓർക്കുക. വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയാ? മഗ്ദലന മറിയം, ചിത്രയോഗം, തല, കൃഷ്ണപരുന്തിനോട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡി വിനയചന്ദ്രന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ? നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായിക്കരയിലെ കടൽ. ഇനി NN കക്കാടിന്റെ പ്രശസ്തമായ കവിതകൾ എന്ന് ചോദിച്ചാല് സഫലമീ യാത്ര, പാതാളത്തിന്റെ മുഴക്കം, ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്.
കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ കവിതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പഴമൊഴി പത്തായം, കുറ്റി പെൻസിൽ, അക്ഷരത്തെറ്റ്, ഊണുതൊട്ട് ഉറക്കം വരെ. ചെമ്മനം ചാക്കോയുടെ പ്രശസ്തമായ കവിതകളാണ് രാജപാത, നെല്ല്, ആഗ്നേയാസ്ത്രം. വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രശസ്തമായ കവിതകളാണ് മഗ്ദലന മറിയം, ചിത്രയോഗം, തല, കൃഷ്ണപരുന്തിനോട്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്, വേറൊന്നുമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരളത്തിലെ നദികളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാ? 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാല് കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? 12 ആണ്. 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11 ആണ്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാ? 11 ആണ്. ഈ പറഞ്ഞിരിക്കുന്നതില് ഒരൊറ്റ പോയിന്റ് പോലും കളയാനില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവുക. ഒന്നുകൂടി പറയാം, കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11 ആണ്. ഓർക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പെരിയാർ നദിയെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പെരിയാർ നദിയെ പറ്റി. കേരളത്തിൽ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ ആണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലനിരകൾ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാ? ശിവഗിരി മലനിരകളിൽ നിന്നാണ്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാറാണ്. ആലുവ പുഴ എന്നും കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാ? അത് പെരിയാറാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകള് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന നദികളിൽ ഒരൊറ്റ പോയിന്റ് പോലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. എല്ലാം പ്രീവിയസ് ആയിട്ട് PSC ഒരുപാട് തവണ ചോദിച്ച പോയിന്റ്സ് എടുത്ത് പറക്കി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നദികളുമായി ബന്ധപ്പെട്ട ഒത്തിരി പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ഒരൊറ്റ പോയിന്റ് പോലും സ്കിപ്പ് ചെയ്ത് പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് പെരിയാറിനെ പറ്റി ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലകളാണ്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി ജില്ല, എറണാകുളം ജില്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പെരിയാറിന്റെ പതനസ്ഥാനം എവിടെയാ? വേമ്പനാട് കായലാണ്. പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. അത് കൊടുങ്ങല്ലൂർ തുറമുഖമായിരുന്നു അന്ന് നാമാവശേഷമായത് കേട്ടോ. പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. അന്ന് അവിടെ തകർക്കപ്പെട്ട തുറമുഖം എന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങല്ലൂർ തുറമുഖം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പേരിൽ അവനെ വിളിക്കും? മുസിരിസ് എന്ന പേരില് വിളിക്കും. ഓക്കെയാണ്. ഇതോടെ സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പെരിയാറിൽ 99 വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1924. അതായത് പെരിയാറിൽ 99 ആണ്ട് വെള്ളപ്പൊക്കമുണ്ടായ വർഷം ചോദിച്ചാൽ എത്രയാ? 1924. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ
പെരിയാറിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷകനദികൾ ഉള്ള നദി എന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341. ഈ 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം മൂലം തകർന്നു പോയ തുറമുഖം എന്നറിയപ്പെടുന്നത് മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 99-ാം ആണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഭാരതപ്പുഴയെ പറ്റിയിട്ടാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലകൾ എവിടെയാണ്? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമലകൾ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകൾ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകള് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകള്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ച്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ച്. പേരാർ, ശോകനാശിനിപ്പുഴ, നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പേരാർ, ശോകനാശിനിപ്പുഴ, നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? MD വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ? P കുഞ്ഞിരാമൻ നായരാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. ഓർത്തോളനെ, മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴ. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലകൾ എവിടെയാ? തമിഴ്നാട്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകൾ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ച്. പേരാർ എന്നും ശോകനാശിനിപ്പുഴയെന്നും നിളയെന്നും പൊന്നാനിപ്പുഴയെന്നും അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ ഭാരതപ്പുഴയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. മിനി പമ്പ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഭാരതപ്പുഴയിലാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് പമ്പ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പ നദി. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് ആരാ? പമ്പയാണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലകൾ. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലകൾ. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പമ്പാ നദി ഒഴുകുന്ന ജില്ല പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ല. പമ്പാ നദി ഒഴുകുന്ന ജില്ലകള് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകള്. ദക്ഷിണ ഭഗീരഥി, ബാരിസ് എന്നീ പേരിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നും ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. മാരമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്ന നദീതീരം പമ്പാ നദീതീരം. മാരമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്ന നദീതീരം പമ്പാ നദീതീരം. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവ നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പമ്പാ നദിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പാ നദി. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലില്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകള് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകള്. ദക്ഷിണ ഭഗീരഥി എന്നും ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. മാരമൻ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്ന നദീതീരം പമ്പാ നദീതീരം. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. ആറന്മുള വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നീരേറ്റുപുറം വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നദിയാണ് ചാലിയാർ. ഏതാണ്? ചാലിയാർ.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. ചാലിയാർ നദിയുടെ ആകെ നീളം 169 കിലോമീറ്റർ. ചാലിയാർ നദിയുടെ ആകെ നീളം 169 കിലോമീറ്റർ. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലിയാർ. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലിയാർ ആണ്. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ആണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള ചാലിയാർ ലഹള. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള ഏതാണ്? ചാലിയാർ ലഹളയാണ്. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? KA റഹ്മാനാണ്. ഓർത്തോളനെ, ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? KA റഹ്മാനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാലിയാറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ചാലിയാർ. ചാലിയാർ നദിയുടെ ആകെ നീളം 169 കിലോമീറ്റർ. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകള്. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലിയാർ. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകള്. നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ആണ്. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള എന്നറിയപ്പെടുന്നത് ചാലിയാർ ലഹളയാണ്. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാരാണ്? KA റഹ്മാനാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ചാലക്കുടി പുഴയാണ്. ഏതാണ്? ചാലക്കുടി പുഴ. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ ആകെ നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടി പുഴയുടെ ആകെ നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലകളിൽ നിന്നും. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലകളിൽ നിന്നും. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തല തടാകമാണ്. അതാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴയുടെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. തുമ്പൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. തുമ്പൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ ആകെ നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലകളിൽ നിന്നും. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴ. പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാ സുഹൃത്തുക്കളെ? വൈന്തല തടാകമാണ്. തുമ്പൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മഞ്ചേശ്വരം പുഴയെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയാ? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലെപ്പൂണി മലനിരകളിൽ നിന്നും. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലെപ്പൂണി മലനിരകളിൽ നിന്നും. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം എവിടെയാ? ഉപ്പളക്കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ആരാ? മഞ്ചേശ്വരം പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലെപ്പൂണി മലനിരകളിൽ നിന്നും. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് നെയ്യാറിനെ പറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി നെയ്യാറ്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് നെയ്യാർ. അതായത് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ആര്? നെയ്യാറ്. നെയ്യാറിന്റെ ഉത്ഭവം അഗസ്ത്യ മലകളിൽ നിന്നും. നെയ്യാറിന്റെ ഉത്ഭവം എവിടെ നിന്നാ? അഗസ്ത്യ മലകളിൽ നിന്നുമാണ്. നെയ്യാറിന്റെ പോഷനദികളാണ് കല്ലാറ്, കരവല്ലിയാറ്. ഓർക്കണേ, നെയ്യാറിന്റെ പ്രധാന പോഷനദികൾ ഏതൊക്കെയാ? കല്ലാറും കരവല്ലിയാറുമാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ്. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയില്ലേ? അത് ഏത് നദിയുടെ
നദിയുടെ തീരത്താ? നെയ്യാറിന്റെ തീരത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നെയ്യാറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി നെയ്യാറാണ്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലകളിൽ നിന്നും. നെയ്യാറിന്റെ പോഷനദികളാണ് കല്ലാറ്, കരവല്ലിയാറ്, അതുപോലെ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? നെയ്യാറിന്റെ തീരത്താണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട 3 നദികളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിഴക്കോട്ടൊഴുകുന്ന 3 പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള കബനി, ഭവാനി, പാമ്പാറിനെ പറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ നദിയായ കബനിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനിയാണ്. കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് കബനിയാണ്. കബനി നദി ഒഴുകുന്ന ജില്ല വയനാട് ജില്ല. കബനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കബനി നദി. കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കബനി നദി. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാല് കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാല് കാവേരി നദിയുടെ പോഷക നദിയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കബനി നദിയാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്നറിയപ്പെടുന്നത് കബനി നദിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്നറിയപ്പെടുന്നത് ഏതാ? കബനി നദിയാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ആദ്യ നദിയായ കബനിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി നദി. കബനി നദി ഒഴുകുന്ന ജില്ല വയനാട് ജില്ല. കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി കബനി നദി. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ കാവേരി നദിയുടെ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്നറിയപ്പെടുന്നത് ആരാ? കബനി നദിയാണ്. ഓർക്കുക. അടുത്ത നദിയാണ് ഭവാനി. ഏതാണ്? ഭവാനി. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ല. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ല. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഭവാനിപ്പുഴയുടേതാണ്. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അത് ഭവാനിപ്പുഴയുടേതാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണിപ്പുഴയാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിപ്പുഴ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭവാനിപ്പുഴയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭവാനിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ല. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ശിരുവാണിപ്പുഴ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി നദിയാണ്. ഓർക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പാമ്പാറ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പാമ്പാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാറ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പാമ്പാറാണ്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ല. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ല. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പാമ്പാറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പാമ്പാറാണ്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ല. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. ഓർക്കുക. ഇനി നമുക്ക് കേരളത്തിലെ മറ്റു കുറച്ച് നദികളും കൂടെ പരിചയപ്പെടാം. PSC ചോദിച്ച നദികൾ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ഒരൊറ്റ നദി പോലും പറയുന്നില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ ഈ പറഞ്ഞതല്ലാതുള്ള മറ്റു നദികള്. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്ത്. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്ത്. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ എന്ന് ചോദിച്ചാൽ ചന്ദ്രഗിരി പുഴയാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലടയാറാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയാണ് കേട്ടോ.
ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചരക്കണ്ടിപ്പുഴയാണ്. അത് ഏത് ജില്ലയിലാ? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കുറ്റിയാടിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ, അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താ? മാഹിപ്പുഴ. തിരുനെല്ലി ശിവക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? പാപനാശിനി പുഴയുടെ തീരത്താണ്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരിപ്പുഴ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ല. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റിയാടിപ്പുഴ. ഓർക്കുക. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറ്. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? മീനച്ചിലാറാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലിപ്പുഴയാണ്. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴ. ഇമ്പോർട്ടന്റ് ആണ്. കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? വളപട്ടണം പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? കോരപ്പുഴയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലി നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബാവലി നദിയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. കർണാടകത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നദികളും പോഷക നദികളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നദികളും പോഷക നദികളും. ആദ്യമായി നമുക്ക് പഠിക്കേണ്ട നദി പെരിയാറാണ്. പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാ? ചെറുതോണിയാറ്, കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുരയാറ്, മണിമലയാറ്. ഇത്രയും പഠിച്ചു വെച്ചേക്കണം. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അപ്പോൾ പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ചെറുതോണിയാറ്, കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. പമ്പാ നദിയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ്. പമ്പാ നദിയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാ? അച്ചൻ കോവിലാറ്, അഴുത, കക്കിയാറ്, കല്ലാറ്. ചാലിയാറിന്റെ പ്രശസ്തമായ പോഷക നദികളാണ് കരിമ്പുഴ, ചാലിപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ. ശ്രദ്ധിച്ചോളനെ, ചാലിയാറിന്റെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാ? കരിമ്പുഴ, ചാലിപ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ. ചാലക്കുടി പുഴയുടെ പ്രശസ്തമായ പോഷക നദികളാണ് കുരിയാർ കുട്ടിയാറ്, കാരാപ്പാറ, ഷോളയാറ്. ഓർക്കുക, ചാലക്കുടി പുഴയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണ്? കുരിയാർ കുട്ടിയാറ്, കാരപ്പാറയാറ്, അതുപോലെ ഷോളയാറ്. ഓർക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നും സുഹൃത്തുക്കളെ മറന്നു പോകരുത്. ഇവയെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇത് പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം, നദികളും പോഷക നദികളെയും പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് ചെറുതോണിയാർ, കട്ടപ്പനയാർ, മുല്ലയാർ, മുതിരൻപുഴ, പെരുന്തുറയാറ്, മണിമലയാറ്. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, അഴുതയാറ്, കക്കിയാറ്, കല്ലാറ്. അതുപോലെ ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കരിമ്പുഴ, ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ. ചാലക്കുടി പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കുരിയാൻകുട്ടിയാറ്, കാരാപ്പാറയാറ്, അതുപോലെ ഷോളയാറ്. ഓർക്കുക. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ഗവർണർ ജനറൽമാരെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തവണ നടക്കാൻ പോകുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന് ഈ ഒരു ഭാഗത്ത് നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഗവർണർ ജനറൽമാർ. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് റോബർട്ട് ക്ലൈവിനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയ? റോബർട്ട് ക്ലൈവിനെ പറ്റിയിട്ടാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണറായ വ്യക്തി ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. 1765 ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. 1765
ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ചതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നും നവാബ് മേക്കർ എന്നും അറിയപ്പെട്ടിരുന്ന ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നും നവാബ് മേക്കർ എന്നും അറിയപ്പെട്ടിരുന്ന ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോബർട്ട് ക്ലൈവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബംഗാളിലെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. 1765 ബംഗാളിൽ ദ്വിഭരണ സംവിധാനം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്നും നവാബ് മേക്കർ എന്നും അറിയപ്പെടുന്ന ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. അപവാദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. ഓർക്കുക. രണ്ടാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വാറൻ ഹേസ്റ്റിങ്സ്. ആരെ പറ്റിയാ? വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. തെറ്റിപ്പോവല്ലേ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തിയാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. എന്നപ്പോ റോബർട്ട് ക്ലൈവ് ആരായിരുന്നു? ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു കേട്ടോ. ഇവിടെ ആരായി? ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമാകുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ക്യുൻകിനെയിൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ക്യുൻകിനെയിൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ക്യൂൻകിനെയിൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓർക്കുക. ചാൾസ് വിൽക്കിൻസന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയതാരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ചാൾസ് വിൽക്കിൻസന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയതാരെന്ന് ചോദിച്ചാൽ അതാരാ? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇന്ത്യയിൽ റവന്യൂ ബോർഡ് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഇന്ത്യയിൽ റവന്യൂ ബോർഡ് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. റിംഗ് ഫെൻസിംഗ് എന്ന നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓർക്കണേ, റിംഗ് ഫെൻസിംഗ് എന്ന നയത്തിന്റെ ശില്പിയായി കരുതപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇസ്ലാമിക പഠനത്തിനായി കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇസ്ലാമിക പഠനത്തിനായിട്ട് കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാൾസ് വിൽക്കിൻസന്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജിമയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ റവന്യൂ ബോർഡ് നിലവിൽ വരുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഓഫ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായി കരുതപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇസ്ലാമിക പഠനത്തിനായിട്ട് കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഇംഗ്ലീഷ് ഭരണാധികാരി
വാറൻ ഹേസിങ്സ് ആണ്, ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഡൽഹൌസി പ്രഭു ആണ്. ആരാണ്? ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. 1853 ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ്. 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ്. 1853 ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. 1853 ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. 1853 ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി പ്രഭു. 1853 ഫോറസ്റ്റ് ചാർട്ടർ ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്, ഓർക്കുക. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭു ആണ്. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭു. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആണ്. 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് ഓഫ് എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ഓർത്തോളനെ, 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർത്ത എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് ഓഫ് എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്, ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് വില്യം ബെന്റിക് പ്രഭു. ആരാണ്? വില്യം ബെന്റിക് പ്രഭു. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അറിയപ്പെട്ട വ്യക്തി ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അറിയപ്പെട്ട വ്യക്തിത്വം വില്യം ബെന്റിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തി ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭു ആണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിത്വം വില്യം ബെന്റിക് പ്രഭു ആണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്, ഓർക്കുക. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാ? വില്യം ബെന്റിക് പ്രഭു ആണ്, ഓർക്കുക. പേർഷ്യ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. പേർഷ്യ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാലെ മിനിറ്റ്സ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന മെക്കാലെ മിനിറ്റ്സ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഗവർണർ ജനറൽ ആരാണ്? അത് വില്യം ബെന്റിക് പ്രഭു ആണ്. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. ഇമ്പോർട്ടന്റ് ആണ്. 1829 സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭു ആണ്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾക്ക് ഒരു ചോദ്യം. വില്യം ബെന്റിക് പ്രഭുവിനോടൊപ്പം സതി നിരോധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരെന്നുള്ളത് അറിയാവുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ വില്യം ബെന്റിക് പ്രഭു ആണ്. അതിനോടൊപ്പം തന്നെ 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭു ആണ്. 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. തഗ്ഗുകൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭു ആണ്. തഗ്ഗുകൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ആണ്. കറുപ്പ് കച്ചവടത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ബെന്റിക് പ്രഭു ആണ്. കറുപ്പ് കച്ചവടത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്, ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കോൺവാലീസ് പ്രഭു. ആരാണ്?
കോൺവാലിസ് പ്രഭു. ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ ഏക വ്യക്തി കോൺവാലിസ് പ്രഭു. ബംഗാളില് 2 പ്രാവശ്യം ഗവർണർ ജനറലായ ഏക വ്യക്തി ആരാ? കോൺവാലിസ് പ്രഭു ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ബംഗാൾ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി കോൺവാലിസ് പ്രഭു ആണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നീ പേരിൽ അറിയപ്പെടുന്നത് ആരാ? കോൺവാലിസ് പ്രഭു ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. ഓർക്കുക. ഇന്ത്യയിൽ ജില്ലാ കോടതികളും ക്രിമിനൽ കോടതികളും സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭു ആണ്. ഓർക്കണേ, ഇന്ത്യയിലെ ജില്ലാ കോടതികളും ക്രിമിനൽ കോടതികളും സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണത്? കോൺവാലിസ് പ്രഭു ആണ്. റവന്യൂ സംവിധാനത്തിൽ നിന്നും നീതിന്യായ സമ്പ്രദായത്തെ വേർതിരിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭു ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റവന്യൂ സംവിധാനത്തിൽ നിന്നും നീതിന്യായ സമ്പ്രദായത്തെ വേർതിരിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആണ്. 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ കോൺവാലിസ് ആണ്. വീണ്ടും വന്നിരിക്കുന്നു ഇമ്പോർട്ടന്റ് പോയിന്റ്. 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളില് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? അത് കോൺവാലിസ് പ്രഭു ആണ്. 1791 ജൊനാഥൻ ഡങ്കൻ ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. 1791 ജൊനാഥൻ ഡങ്കൻ ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിക്കുമ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. ഓർക്കുക. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പട്ടികയാണ്. അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രാധാന്യവും എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ലാസ്റ്റ് LD എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പഠിക്കണം. നമ്മുടെ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രത്യേകതകളും. ജനുവരി 1 ആർമി മെഡിക്കൽ കോർപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ദിനം, ആഗോള കുടുംബ ദിനം, ലോക സമാധാന ദിനം. ജനുവരി 1 എന്തൊക്കെയാണ് നമ്മൾ ആഘോഷിച്ചിരിക്കുന്നത്? ആർമി മെഡിക്കൽ കോർപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ദിനം, ആഗോള കുടുംബ ദിനം, ലോക സമാധാന ദിനം. ഇതിനകത്ത് ആഗോള കുടുംബ ദിനവും ലോക സമാധാന ദിനവും PSC പ്രീവിയസ് ആയി ചോദിച്ചത് ഓർക്കുക. ജനുവരി 6 ലോകയുദ്ധത്തിൽ അനാഥരായവരുടെ ദിനമാണ്. ജനുവരി 6 ലോകയുദ്ധത്തിൽ അനാഥരായവരുടെ ദിനമാണ്. ഇതുവരെയും PSC ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ദിവസമാണ്. നമ്മുടെ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസം അല്ലെങ്കിൽ NRI ദിനമാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു ദിനവുമാണ്. ജനുവരി 10 ലോക ചിരി ദിനം, ലോക ഹിന്ദി ദിനം. ജനുവരി 10 ആചരിക്കുന്നത് ലോക ചിരി ദിനമായിട്ടും ലോക ഹിന്ദി ദിനമായിട്ടുമാണ്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ജനുവരി 12 ദേശീയ യുവജന ദിനം, അതായത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. എന്തിനാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് ദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനുവരി 12 ദേശീയ യുവജന ദിനം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായതുകൊണ്ട്. ജനുവരി 15 കരസേനാ ദിനം. കരസേനാ ദിനമായി നമ്മൾ ആചരിക്കാൻ കാരണം 1949 ബ്രിട്ടീഷുകാരിൽ നിന്നും ഫീൽഡ് മാർഷൽ KM കരിയപ്പ കരസേനയുടെ കമാൻഡർ ഏറ്റെടുത്തത് ഈ ദിവസമാണ്. ഓർത്തോളണേ. അപ്പോൾ ജനുവരി 15 നമ്മൾ കരസേന ദിനമായിട്ട് ആചരിക്കാൻ കാരണം എന്താ? 1949 ബ്രിട്ടീഷുകാരിൽ നിന്നും ഫീൽഡ് മാർഷൽ KM കരിയപ്പ കരസേനയുടെ കമാൻഡർ പദവി ഏറ്റെടുത്ത് ഈ ദിവസമായതുകൊണ്ടാണ് നമ്മൾ ജനുവരി 15 കരസേന ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ 2 പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അടുത്തതാണ് ജനുവരി 25 അന്താരാഷ്ട്ര കസ്റ്റംസ് ഡ്യൂട്ടി ദിനം, ഇന്ത്യൻ ടൂറിസം ദിനം, ദേശീയ വോട്ടേഴ്സ് ദിനം. ജനുവരി 25 പ്രത്യേകതകൾ എന്തൊക്കെയാ? അന്താരാഷ്ട്ര കസ്റ്റംസ് ഡ്യൂട്ടി ദിനം,
ഇന്ത്യൻ ടൂറിസം ദിനം, ദേശീയ വോട്ടേഴ്സ് ദിനം. ഇത് മൂന്നും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 27 അന്താരാഷ്ട്ര അനുസ്മരണ ദിനം. ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. ജനുവരി 27 അന്താരാഷ്ട്ര അനുസ്മരണ ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. രക്തസാക്ഷി ദിനം എന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധി മരണപ്പെട്ട ദിനമായതിനാണ് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. അതിനോടൊപ്പം തന്നെ ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. PSC ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം 2 ഡിഗ്രി ലെവൽ എക്സാമിലെ കണ്ടിരുന്നു. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ജനുവരി 30 പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ മഹാത്മാഗാന്ധി മരണപ്പെട്ടത് കൊണ്ട് രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 ആണ്. ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പട്ടികയിൽ നമ്മൾ ഫെബ്രുവരിയാണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഫെബ്രുവരി. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇതും പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 7 അന്താരാഷ്ട്ര വികസന വാര ദിനം. ഫെബ്രുവരി 7 അന്താരാഷ്ട്ര വികസന വാര ദിനം. ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ലോക സാമൂഹിക നീതി ദിനം എന്നാണ്. ഫെബ്രുവരി 20 ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 22 ലോക സ്കൗട്ട് ദിനം. ഫെബ്രുവരി 22 ലോക സ്കൗട്ട് ദിനം. ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനം. ഒരു തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനം. ഫെബ്രുവരി 27 ലോക സുസ്ഥിര ഊർജ ദിനം. ഫെബ്രുവരി 27 ലോക സുസ്ഥിര ഊർജ ദിനം. ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. ഫെബ്രുവരി 27 എന്താണ്? ലോക സുസ്ഥിര ഊർജ ദിനം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്, ഓർക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനം, ലോക കേൾവി ദിനം. ഇതിൽ PSC ചോദിച്ചിട്ടുള്ളത് ലോക വന്യജീവി ദിനമാണ് കേട്ടോ. അപ്പോൾ മാർച്ച് 3 നമ്മൾ ആചരിക്കുന്നത് ലോക വന്യജീവി ദിനമായിട്ടും ലോക കേൾവി ദിനമായിട്ടുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 3. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. മാർച്ച് 10 CISF ദിനം. മാർച്ച് 10 CISF ദിനം ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 10 എന്താണ്? CISF ദിനമാണ്. മാർച്ച് 13 പുകവലി വിരുദ്ധ ദിനം. മാർച്ച് 2 ബുധനാഴ്ചയാണ് ഇത് ആഘോഷിക്കുന്നത്. മാർച്ച് 13 പുകവലി വിരുദ്ധ ദിനമാണ്. മാർച്ചിന്റെ 2 ബുധനാഴ്ചയാണ് ഇത് നമ്മൾ ആചരിക്കുന്നത്. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്, അങ്ങാടിക്കുരുവി ദിനം. ഇതിനകത്ത് PSC ചോദിച്ചത് അങ്ങാടിക്കുരുവി ദിനം എന്നതാണ്. മാർച്ച് 20 അങ്ങാടിക്കുരുവി ദിനം. മാർച്ച് 21 ലോക വനദിനം, ലോക കവിതാ ദിനം. ഇതിൽ PSC ചോദിക്കുന്നത് ലോക വനദിനം എന്നായിരിക്കും. ഉത്തരം എന്താ? മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനവും അതിനോടൊപ്പം തന്നെ ലോക കവിതാ ദിനവുമാണ്. ഇവിടെ PSC ചോദിക്കുന്നത് ലോക വനദിനം എന്നാണ്. മാർച്ച് 21. മാർച്ച് 22 ലോക ജനദിനം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗം അഥവാ TB ദിനം. ഓക്കെയാണ്. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം അഥവാ TB ദിനം. ഇതും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. മാർച്ച് 27 ലോക നാടക ദിനം. ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. മാർച്ച് 27 ലോക നാടക ദിനം, ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട തീയതികളും പ്രത്യേകതകളുമാണ്. ഏപ്രിൽ 2 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. ഏപ്രിൽ 2 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം ചോദിച്ചു കണ്ടിട്ടില്ല. ഏപ്രിൽ 5 ദേശീയ സമുദ്ര ദിനം. പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. ഏപ്രിൽ 5 ദേശീയ സമുദ്ര ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഇതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്.
ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു ഈ ഇടയ്ക്ക് നോക്കിയപ്പോ. ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമാണ്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ദിനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന എന്നാ 1919 ഇമ്പോർട്ടന്റ് ആണ്, PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ദിനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഇത് പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമാണ്. ഏപ്രിൽ 18 ലോക പൈതൃക ദിനമാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഏപ്രിൽ 18 ലോക പൈതൃക ദിനമാണ്. ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനമാണ്. ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനമാണ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നിരിക്കുന്നു. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. ഇത് പ്രീവിയസ് ആയി ഒരു തവണ PSC ചോദിച്ചു കണ്ടിരുന്നു. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് ദിനമാണ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് ദിനമാണ്. ഏപ്രിൽ 25 ലോക മലേറിയ ദിനമാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏപ്രിൽ 25 ലോക മലേറിയ ദിനമാണ്. ഏപ്രിൽ 26 സ്വത്തവകാശ ദിനമാണ്. ഇതുവരെയും PSC ചോദിച്ചു കണ്ടിട്ടില്ല. ഏപ്രിൽ 26 സ്വത്തവകാശ ദിനമാണ്, ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മെയ് മാസത്തിലെ പ്രത്യേകതകളാണ്. മെയ് 1 തീയതി അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. പ്രീവിയസ് ആയി PSC ചോദിച്ചിട്ടുള്ളതാണ്. മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. മെയ് 3 മാധ്യമ സ്വാതന്ത്ര്യ ദിനം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. മെയ് 3 എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്. മെയ് 2 ഞായർ മാതൃദിനമായി ആചരിക്കുന്നു. മെയ് 2 ഞായറാഴ്ച മാതൃദിനമായി ആചരിക്കുന്നു. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോളണേ. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനമാണ്. മെയ് 11 ദേശീയ സാങ്കേതിക ദിനമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ സാങ്കേതിക ദിനമാണ് മെയ് 11 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നഴ്സ് ദിനം മെയ് 12. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അന്താരാഷ്ട്ര നഴ്സ് ദിനം മെയ് 12 ആണ്. ലോക കുടിയേറ്റ ദിനം മെയ് 14. ഒരു തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചു കണ്ടിരുന്നു. മെയ് 14 എന്ന് പറയുന്നത് ലോക കുടിയേറ്റ ദിനമാണ്, ഓർക്കുക. മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. ഒരു തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചു കണ്ടിരുന്നു. മെയ് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ്. മെയ് 21 തീവ്രവാദ വിരുദ്ധ ദിനം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മെയ് 21 തീവ്രവാദ വിരുദ്ധ ദിനമാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയ് 21 തീവ്രവാദ വിരുദ്ധ ദിനമാണ്. മെയ് 24 കോമൺവെൽത്ത് ദിനമാണ്. ഇതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. മെയ് 24 കോമൺവെൽത്ത് ദിനമാണ്. മെയ് 31 പുകയില വിരുദ്ധ ദിനമാണ്. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. മെയ് 31 എന്താണ്? പുകയില വിരുദ്ധ ദിനമാണ്, ഓർക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസിന്റെ ഡേ 7 നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല പോയിന്റുകളും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും സുഹൃത്തുക്കൾ മിസ് ചെയ്യാതെ നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗവർണർ ജനറൽമാരുടെ കാര്യത്തില് കുറച്ചുകൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അത് ആ സമയമാകുമ്പോൾ ബാക്കിയുള്ള വ്യക്തിത്വങ്ങൾ പഠിക്കാം. ഇത്ര പേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പറഞ്ഞ വ്യക്തിത്വങ്ങൾ അതിനുശേഷമുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.